കിക്ക് ബോക്സിംഗിൽ താരമാണെങ്കിലും വിഷ്ണു ദ്രോണി എന്ന കോഴിക്കോട്ടുകാരന് ആവശ്യം സഹായഹസ്തങ്ങളാണ്. സംസ്ഥാന തലത്തിലും ബോംബെയിലും നടന്ന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ഉൾപ്പെടെ വിഷ്ണു ദ്രോണ മെഡലുകൾ വാരിക്കൂട്ടി. 10 വയസ്സിൽ തുടങ്ങിയ ബോക്സിംഗ് ജീവിതത്തിൽ തോൽവികൾ നേരിട്ടെങ്കിലും തളരാതിരുന്ന വിഷ്ണു ഇന്ന് കേരളത്തിലെ വിരലിലെണ്ണാവുന്ന കിക്ക് ബോക്സർമാരിൽ ഒരാളാണ്. അന്തർദേശീയ തലത്തിൽ 1ഉം ദേശീയ തലത്തിൽ 6ഉം സംസ്ഥാന തലത്തിൽ 8ഉം മെഡലുകൾ സ്വന്തമാക്കി. ദിവസത്തിന്റെ 3/4 സമയവും വിഷ്ണു പരിശീലനത്തിലാണ്. പുതിയ താരങ്ങളെ വാർത്തെടുക്കാനും ഈ പ്രതിഭ മുന്നിലുണ്ട്. രഞ്ജിത്ത് വളയനാടിന്റെ കീഴിലാണ് പരിശീലനം. ഈ കേരളത്തിൽ മാത്രമേ ഇതുപോലെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഇവര് ഡൽഹിയിലൊക്കെ പോയ സമയത്ത് ഇപ്പൊ ആസാർ ഹാഫിൾസിന്റെ കുറെ ഫൈറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഗവൺമെന്റ് ആണ് കൊണ്ടുവരാം. ഇപ്പൊ അവർക്കൊക്കെ നമ്മൾ കഴിയേണ്ട ഒരു വിരല് പൊട്ടിക്കഴിഞ്ഞാൽ 7 ലക്ഷം റുപ്യ അവർക്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നട്ടല് പൊട്ടിയാലും വീട്ടിൽ കിടക്കാന്നല്ലാതെ നമുക്കൊരു ഗവൺമെന്റ് തലത്തിൽ യാതൊരു ഇതും ഇല്ല. അപ്പൊ നമുക്ക് അച്ഛന്മാരുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ കുട്ടികൾ കഴിവുണ്ടെങ്കിൽ നല്ലത്, അതല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. എന്നാൽ അടുത്ത മാസം തായ്ലൻഡിലും ഇറ്റലിയിലും നടക്കാനിരിക്കുന്ന കിക്ക് ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. വാടക വീട്ടിൽ താമസിച്ച് സ്പോർട്സ് വിയർ ഡിസൈനിങ്ങിൽ കുറഞ്ഞ പ്രതിഫലത്തിന് ജോലി ചെയ്യുന്ന വിഷ്ണുവിന് ഇത് കയ്യെത്താ ദൂരത്താണ്. ഒടുവിൽ ഹിന്ദു എക്കണോമിക് ഫോറം സഹായം എത്തിച്ചതോടെ വിഷ്ണു ആത്മവിശ്വാസം വീണ്ടെടുത്തിരിക്കുകയാണ്. ശരിക്കും ഇപ്രാവശ്യമാണ് കളിക്കാൻ പോകുമ്പോൾ ഫുൾ ഫോക്കസിങ് കറക്റ്റ് ആവുന്നത്. എല്ലാ പ്രാവശ്യം സാമ്പത്തിക പ്രശ്നം കൊണ്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്രാവശ്യം ഫുള്ള് മനസ്സ് ഫുള്ള് റിലാക്സ് ആയി നല്ല പ്രാക്ടീസൊക്കെ ആയി ഇനി പോവാം. കളിയിൽ ആ ഫോം കാണിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്. ബോക്സിംഗിനോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന താരങ്ങളുടെ മുന്നേറ്റത്തെ സാരമായി ബാധിക്കുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു. ദരിദ്രമായ സാഹചര്യത്തിൽ നിന്ന് ബോക്സിംഗിലേക്ക് കടന്നു വരുന്നവർ വേണ്ടത്ര ആരോഗ്യം പോലും ശ്രദ്ധിക്കാനാവാത്ത അവസ്ഥയിലാണെന്നും ഇവർ പറയുന്നു. പുറത്ത് കളിക്കാൻ വരുമ്പോൾ ആസാർ റൈഫിള്, ഡൽഹി പോലീസ്, അങ്ങനെ എല്ലാവരും നമ്മൾ സർക്കാരിൻ്റെ ഇതിലാണ് കളിക്കാൻ വരുന്നത്. അപ്പോൾ അവരോടൊക്കെയാണ് നമ്മൾ ഇടിച്ചു നിന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് അടിക്കുന്നത്, ചാമ്പ്യൻ ആവുന്നത്. എന്നിട്ട് അവരുടെ ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും നമ്മുടെ ഗവൺമെൻറ് നമുക്ക് കിട്ടുന്നില്ല. കിക്ക് ബോക്സിംഗ് ഇതിലൊന്നും ഉൾപ്പെടുത്താത്തതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒളിമ്പിക്സിൽ കിക്ക് ബോക്സിംഗ് ഉൾപ്പെടുത്തുക വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഞങ്ങളുടെ ഒരു മെച്ചം ഉണ്ടാകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുകയും കേരളത്തിനെ ഇന്ത്യയുടെ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് നമുക്ക് നേരിടാൻ പറ്റും. തുടർ സഹായങ്ങളോ സ്പോൺസർഷിപ്പോ സർക്കാർ സഹായങ്ങളോ ലഭിച്ചാൽ മാത്രമേ ഇനിയുള്ള മത്സരങ്ങളിൽ